ഹായ്, 7ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ പോമാണ് അല്ലേ? നോക്കൂ, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അതിന് മുന്നേ എന്തായിട്ടുള്ളത്? ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്. ലോകത്തിനെ രണ്ട് കാര്യമുണ്ട്, വണ്ടറും അമേസ്മെന്റ്. വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതമാണ്, അത്ഭുതം. അമേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏകദേശം അതേപോലെ തന്നെ അർത്ഥമാണ് വിസ്മയം എന്നൊക്കെ നമ്മളല്ല. വിസ്മയം ചില സ്ഥലത്ത് തന്നെ നമ്മൾ അമ്പരപ്പെന്നും പറയും, വിസ്മയം എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ അർത്ഥമായിട്ട്. അപ്പൊ അത്ഭുതവും വിസ്മയവും ഒക്കെ ഉള്ള ലോകത്തെ കുറിച്ച് നോക്കി കാണുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോം, ഒരു കവിതയാണ് നമുക്ക് ഇതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. എഴുതിയിട്ടുള്ള ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ? ഒരു പ്ലേ റൈറ്റർ ആണ്, അതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന് അറിയാം? അദ്ദേഹം നമ്മുടെ ദേശീയഗാനം എഴുതിയ ആളാണ് അല്ലെ? നമ്മുടെ നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോറോവർ അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ഫിക്ഷനിസ്റ്റ്, കഥകൾ എഴുതുന്ന ആളായിരുന്നു, പ്ലേ റൈറ്റ് അല്ലേ, സ്റ്റോറി നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു, എസ്സേകൾ എഴുതുമായിരുന്നു, കമ്പോസർ, പാട്ടുകൾ കമ്പോസ് ചെയ്യുമായിരുന്നു, പെയിന്റർ, ചിത്രം വരയ്ക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. മൾട്ടി ടാലന്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? 1913 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏത് പുസ്തകത്തിന് കിട്ടിയിട്ടുള്ളത്? ഗീതാഞ്ജലി എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് പോംസ്, അദ്ദേഹത്തെ കവിത സമാഹാരത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. Tagore is the author of the national anthems of India and Bangladesh. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും നാഷണൽ ആന്തം എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ജനിച്ചത് 1861, 1861 അദ്ദേഹം മരിച്ചത് 1941. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? ഫസ്റ്റ് സ്റ്റാൻസ് ഒന്ന് വായിക്കും. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. The sky is full of the sun and the stars. ആകാശം എങ്ങനെയാണ്? നിറഞ്ഞു നിൽക്കണം, ഫുള്ളായിട്ട് നിൽക്കണം. എന്ത്? സൂര്യനും നക്ഷത്രങ്ങളും, സൂര്യനും നക്ഷത്രം, സണ്ണും സ്റ്റാർസുമായിട്ട് ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്. The universe is full of life. യൂണിവേഴ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെ? ഈ ലോകം, ഈ പ്രപഞ്ചം എന്താണ്? ഫുൾ ഓഫ് ലൈഫ്, മുഴുവൻ ജീവനാണ്. നമുക്ക് മുഴുവൻ ജീവജാലങ്ങൾ ഉണ്ട് എന്നുള്ള അർത്ഥം എടുക്കാം, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നല്ല ജീവനോടെ നിൽക്കുന്നു അല്ലെ? കവിത ആകുമ്പോൾ അങ്ങനെയായിരിക്കും അർത്ഥം. ലോകം മുഴുവൻ വളരെ ജീവനോടെ, ജീവസുറ്റതായിട്ട് നിൽക്കുന്നു, ജീവനുള്ളതായിട്ട് നിൽക്കുന്നു. ഓക്കെ. Among all these I have found a place. Among all these, ഇതിലെല്ലാത്തിലും I have found a place, ഞാനൊരു സ്ഥലം കണ്ടെത്തി. And in wonder and amazement I sing. And in wonder, അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടി. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലം, ഈ ലോകത്ത് മുഴുവനും ഒരു സ്ഥലം, നമ്മുടെ ഈ സ്ഥലം അല്ലെ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഒരു സ്ഥലമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി, വിസ്മയത്തിലും അത്ഭുതത്തിലും ഞാൻ പാടി എന്നാണ് പറയുന്നത്. എല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. സ്റ്റാൻസ് വീണ്ടും വീണ്ടും പല പ്രാവശ്യം അത് വായിക്കുക. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വേർഡിങ് മനസ്സിലാവും. അപ്പം നന്നായിട്ട് നമുക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മളെല്ലാ ന്യൂ വേർഡ്സ് വരുന്നതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണം, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എഴുതി പഠിക്കുക. കഴിഞ്ഞ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെങ്കിൽ ചെറിയൊരു സെന്റൻസ് ആയിട്ട് എഴുതാൻ നോക്കുക. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും, ചെറിയ മീനിങ് ഇംഗ്ലീഷിൽ തന്നിട്ട് അതിന്റെ വൺ വേർഡ് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലും കൂടി, മലയാളത്തിൽ പഠിക്കുന്ന പോലെ ഇംഗ്ലീഷിലും കൂടി എന്ത് ചെയ്യണം? അർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. Second stanza. The world is swayed by eternity's rushing tide, rising and falling. I have felt it tug in my blood, racing through my veins, and in wonder and amazement I sing. The world is swayed. Swayed എന്ന് ആടി ഒളിഞ്ഞു, ലോകം ആടി ഒളിഞ്ഞു. But eternity is rushing tide. അനന്തതയുടെ റഷിംഗ് എന്ന് നമ്മൾ കുതിച്ചു ചാട്ടം എന്നൊക്കെ പറയല്ലേ, കുതിച്ചു വരുന്ന, റഷ് ചെയ്യാം. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേലിയേറ്റം ഇല്ലേ, നമ്മള് കടലില് തിര കയറി വരുന്ന സമയല്ലേ വേലിയേറ്റം. അപ്പം ഈ അനന്തതയുടെ ആ വേലിയേറ്റത്തിൽ ലോകം ആടി ഉലഞ്ഞു. റൈസിങ് ആൻഡ് ഫോളിങ്. റൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നു വരെ, താഴ്ച, ഉയർച്ചയും താഴ്ചയും. ഐ ഹാവ് ഫെൽറ്റ്. എനിക്ക് എന്ത് ഫീൽ ചെയ്തു? എനിക്ക് എങ്ങനെ ഫെൽറ്റ് ഫീൽ ചെയ്തു, എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? ടഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും വലിച്ചോണ്ട് പോരാ.
വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇൻ മൈ ബ്ലഡ്, എന്റെ ബ്ലഡിൽ, എന്റെ രക്തത്തിൽ വലിച്ചു കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. റേസിംഗ് ത്രൂ മൈ വെയിൻസ്, റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്റെ വെയിൻസിൽ, വെയിൻസ് എന്ന് പറഞ്ഞാല് രക്തക്കൊള്ള കൂടെ റേസ് ചെയ്യാം, സ്പീഡിൽ പോവാ, എന്തെങ്കിലും സ്പീഡിൽ പോകുന്നില്ല നമ്മൾ റേസ് ചെയ്യാം, വണ്ടിയൊക്കെ റേസ് ചെയ്യാന്നല്ലേ എന്ന് പറഞ്ഞ പോലെ രക്തം കുതിച്ചു പോവാന്നൊക്കെ നമ്മൾ പറയും. രക്തം കുതിച്ചു പോകുന്നതിന്റെ, എന്റെ രക്തം കുതിച്ചു പോകുന്നതായിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഫീൽ ചെയ്തു. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റാഗ്, അതിന്റെ വലിവ് എന്റെ രക്തത്തിൽ എനിക്ക് കുതിച്ചു വരുന്നതായിട്ട് എന്റെ വെയിൻസിൽ എനിക്ക് തോന്നി എന്നാണ് എന്റെ ഫുൾ ആയിട്ട് അർത്ഥം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടി. നെക്സ്റ്റ് ആൻസർ. While walking in the woodlands with my feet, I have touched the blade of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are stirred all around. And in wonder and amazement I sing. Okay. While walking in the woodlands, woodlands എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട് അല്ലെ, മരങ്ങളുള്ള സ്ഥലം, അത് കാട്, ഒരുപാട് മരങ്ങളുള്ള സ്ഥലം കാടാണ്. While walking in the woodlands, കാട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് വിത്ത് മൈ ഫീറ്റ്, എന്റെ കാല് കൂടെ നടന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പുല്ലിന്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ പുൽനാമ്പ് എന്ന് പറയില്ലേ, നമ്മൾ പുൽക്കൊടികൾ എന്ന് പറയില്ലേ, പുല്ലിന്റെ ചെറിയ നാമ്പുകൾ നയിക്കുന്ന പുൽക്കൊടി, നല്ല മൂർച്ച ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞത്. അപ്പൊ വിത്ത് മൈ ഫീറ്റ്, എന്റെ കാലുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പുൽനാമ്പുകൾ എന്റെ കാലുകൊണ്ട് ഞാൻ തൊട്ടു, എനിക്ക് തൊടാൻ പറ്റി. I have been startled by the flowers' fragrance. ഞാൻ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഞെട്ടുക എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിൽഡ് പറയും, അതുപോലെ അത്ഭുതപ്പെടുക എന്നുള്ളത് പറയും. നമുക്ക് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള അത്ഭുതപ്പെടലായിരിക്കും അല്ലെ. ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസ്, പൂക്കളുടെ ആ സ്മെല്ല്, മണല്ലേ, നല്ല മണം കാരണം ഞാൻ എന്തായി, ഞാൻ അത്ഭുതപ്പെട്ടു, അല്ലെ, ഞാൻ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ഞെട്ടി നിന്നു എന്നൊക്കെയാണ് അർത്ഥം സ്റ്റാർട്ടിൽഡ്. They have all maddened my mind. അതെല്ലാം എന്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഭ്രാന്ത് പറഞ്ഞാൽ അസുഖം ആയ ഭ്രാന്തല്ല, മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചു അല്ലെ, മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. The gifts of gladness and joy. Gifts, സമ്മാനങ്ങൾ. എന്തിന് സമ്മാനങ്ങൾ? ഗ്ലാഡ്നെസ് പറഞ്ഞാൽ സന്തോഷം, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് രണ്ടു പേരും. ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, സന്തോഷങ്ങൾ. അപ്പൊ ഒരുപാട് സന്തോഷം കാണിക്കാണ്ട് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, ദ ഗിഫ്റ്റ്സ്, അതിന്റെ സമ്മാനങ്ങൾ. സ്ട്രൂൺ ആൻഡ് അലോൺ. സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെതറിക്കിടക്കാന്ന് പറയില്ലേ, സ്കാറ്റേർഡ്, അതാണ് സ്ട്രൂൺ. സന്തോഷവും സന്തോഷത്തിന്റെ സമ്മാനങ്ങൾ ചെതറിക്കിടന്നു, സന്തോഷത്തിന്റെ സമ്മാനങ്ങൾ ചെതറിക്കിടന്നു. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം അത് കൊടുത്തു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സീ. Next answer, last one. I have prickled my ears. I have opened my eyes. I have bared my heart to the world. In the midst of the unknown, I have sought the unknown. And in wonder and amazement I sing. I have pricked my ears. പ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തുളച്ച് കയറുന്നതിനാണ് പറയാം അല്ലെ. പ്രിക്കഡ് മൈ ഇയേഴ്സ് പറഞ്ഞാൽ ചെവിയിലേക്ക് തുളച്ചിട്ട് ചെവിയിൽ നന്നായിട്ട് കേട്ടു, അല്ലെ, ചെവി തുറന്നു എന്നുള്ള അർത്ഥം, നന്നായിട്ട് കേട്ടോ. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, എന്റെ കണ്ണുകൾ ഞാൻ തുറന്നു. അപ്പൊ ചെവി നന്നായിട്ട് ഞാൻ വെച്ച് കേട്ടു, കണ്ണ് നന്നായിട്ട് തുറന്നു. ഐ ഹാവ് ബേഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തുറക്കുന്നതാണ് ബേഡ് അല്ലെ, ഓപ്പൺ ചെയ്യാം, അൺകവർ ചെയ്യാം. അപ്പം ബേഡ് മൈ ഹേർട്ട്, എന്റെ ഹൃദയം ഞാൻ ലോകത്തേക്ക് തുറന്നു എന്ന് പറഞ്ഞാല് ആ പ്രകൃതിയെ ആസ്വദിക്കാൻ അല്ലെ, പല രീതിയിൽ ആസ്വദിക്കാണ്. പിന്നെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ. മിഡ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ. എന്തിന്റെ ഇടയിൽ? നോൺ, അറിയുന്നതിന്റെ ഇടയിൽ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ, അറിയുന്നതിന്റെ ഇടയിൽ. ഐ ഹാവ് സോഡ്. പറഞ്ഞാൽ നമ്മൾ എന്തിനു തേടി നടക്കൂലേ, തേടി നടന്നു. എന്തിനാണ്? ദ അൺനോൺ, അറിയാത്തതിനെ ഞാൻ തേടി നടന്നു. അപ്പം എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു? അറിയാത്തതിനെ തേടി നടന്നു. അപ്പൊ എന്താ അദ്ദേഹം അർത്ഥമാക്കുന്നത്? പ്രകൃതിയിലെ ഈ ലോകത്ത് അയാൾക്കൊരു സ്ഥലം, അദ്ദേഹം ഒരു സ്ഥലം കണ്ടു, നമ്മുടെ ഭൂമിയിൽ അയാളുടെ സ്ഥലം അദ്ദേഹം കണ്ടു. ആ സ്ഥലത്ത് അദ്ദേഹം പ്രകൃതി ഒരുപാട് അറിയാം അല്ലേ. അല്ല, പുല്ല് കാട്ടിക്കൂടെ നടന്നപ്പോ കാലെ പുല്ല് കൊണ്ടു അല്ലേ, നല്ല പൂക്കളുടെ സ്മെല്ല് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അമേസ്മെന്റിലും അതിലങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് ജോയ് ഉണ്ടായിരുന്നു, നല്ല സന്തോഷം ഉണ്ടായി. സന്തോഷത്തിന്റെ ഗിഫ്റ്റുകൾ വാരി വെതറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. അതിൽ ചെവി കൊണ്ട് നല്ലപോലെ അല്ലെ, ചെവി തുറന്ന് നല്ലപോലെ കേട്ടു, കണ്ണ് തുറന്ന് നല്ലപോലെ കണ്ടു, ഹൃദയം ലോകത്തെ തുറന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴും അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിയാം, അറിയുന്നതിന്റെ ഒക്കെ ഇടയിൽ ഇനിയും അറിയാത്തതിനെ. അപ്പൊ എന്തൊക്കെയോ ഇനിയും ലോകത്തില് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നുണ്ട്, ഒരുപാട് ആസ്വദിക്കാൻ കിടക്കുന്നുണ്ട് ഈ ലോകത്തില്.
യൂണിവേഴ്സ് ഒരുപാട് അറിയാൻ കിടക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. നല്ലൊരു അല്ലേ, നല്ലൊരു പോമാണ് ഇത്. ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരുണ്ടാരാണ്? കുമുദ് വിശ്വാസ്. കുമുദ് വിശ്വാസ് ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഈ പോം. അപ്പൊ നമ്മള് അർത്ഥമൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാത്തിനും അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. നിങ്ങൾ വീണ്ടും ഒന്നുകൂടി കേട്ട് നോക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാണുന്നവരൊക്കെ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അറിയാൻ പറ്റും ആരൊക്കെ കണ്ടത്, എവിടെ നിന്നൊക്കെയാണ് കണ്ടതെന്ന് അറിയാൻ പറ്റും. നിങ്ങളൊക്കെ പേര് വരട്ടെ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.